രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGP ആയിരുന്ന MR അജിത് കുമാർ. ഇദ്ദേഹം പിണറായിക്ക് വേണ്ടി എല്ലാ മേഖലകളിലും ഇടപെട്ടു എന്നും കുഴലൂത്ത് നടത്തി എന്നുമുള്ള ആരോപണങ്ങൾ അന്നുമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന അവസ്ഥ വരെയുണ്ടായി. ഏറെ ചർച്ച ചെയ്യപ്പെട്ട രക്ഷാപ്രവർത്തനം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MR അജിത് കുമാർ പോലീസ് അന്വേഷണ റിപ്പോർട്ട് വ്യാപകമായി തിരുത്തി എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രത്യേകമായി ചേർത്ത SIT ആണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള ADGP ഓഫീസിലേക്ക് DYSPയെ വിളിച്ചുവരുത്തി കേസ് ഡയറിയിൽ വ്യാപകമായ തിരുത്തലുകൾ MR അജിത് കുമാർ നടത്തി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് കൃത്യമായി SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയതിന് നേതൃത്വം നൽകി എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. ഈ വിഷയത്തിലടക്കം കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഇരിക്കുകയാണ് പുതിയ ആഭ്യന്തരമന്ത്രി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുൻ ആലപ്പുഴ SP നൽകിയ റിപ്പോർട്ടും അന്നത്തെ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചതായി പുതിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗൺമാന്മാരുടെ ആക്രമണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ല എന്നും ക്രിമിനൽ നടപടിയാണെന്നും പ്രവൃത്തി അവമതിപ്പുണ്ടാക്കി എന്നുമുള്ള മുൻ SP ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ടാണ് LDF സർക്കാരിന് വേണ്ടി പൂഴ്ത്തിവെക്കപ്പെട്ടത്. അതിൽ MR അജിത് കുമാർ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് ആരോപണം.